Good morning. Welcome to online class of VHSC Medical Lab Technology subject. Dear students, today we are going to discuss laboratory management under Unit 3. ഈ കോവിഡ് കാലത്ത് ഒരു ലബോറട്ടറിയുടെ പ്രാധാന്യം എത്രമാത്രമാണ്, ശരിയായ റിസൾട്ട് സമയത്ത് നൽകുന്നതിൻ്റെ പ്രാധാന്യം, ഒരു ലാബ് ടെക്നീഷ്യൻ്റെ റോൾ ലബോറട്ടറിയിലും ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഈ യൂണിറ്റിൽ നമ്മൾ ലാബ് സേഫ്റ്റി എന്ന ടോപ്പിക്കാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലാബ് സേഫ്റ്റിക്കകത്ത് നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു ലബോറട്ടറി മാനേജ്മെൻറ്റ്, ഇൻട്രൊഡക്ഷൻ ടു ലബോറട്ടറി ഹസാർഡ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹസാർഡ്സ്, സയൻസ് ആൻഡ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ ലബോറട്ടറീസ് ആൻഡ് ജനറൽ സേഫ്റ്റി ഗൈഡ്ലൈൻസ്, ഇത്രയും ടോപ്പിക്കുകളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Role of laboratory in healthcare. We all know the importance of laboratory, and the most important role that laboratory plays is to establish diagnosis of diseases. But that doesn't end in diagnosis. We have to also monitor prognosis and help in patient management, screening and early detection of pathogenesis, to control spread of infection and epidemiological survey. And what do you mean by prognosis? We all know diagnosis. Diagnosis is to രോഗം നിർണ്ണയിക്കുക എന്നതാണ് അല്ലേ. പ്രോഗ്നോസിസ് എന്ന് പറയുന്നത് ഒരാൾക്ക് രോഗം നിർണ്ണയിച്ച ശേഷം ചികിത്സ എത്രമാത്രം ഫലപ്രദമായിരുന്നു എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റുകളെയാണ് നമുക്ക് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. സ്ക്രീനിങ് ആൻഡ് ഏർലി ഡിറ്റക്ഷൻ ഓഫ് പാത്തോജനിസിസ് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? നമുക്കിപ്പോൾ തന്നെ അറിയാം, കോവിഡ് കാലത്ത് നമ്മൾ വ്യാപകമായിട്ട് സമൂഹത്തിൽ രോഗമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറേയേറെ പേഷ്യൻ്റ് സിംറ്റംസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. അത് നമ്മൾ സ്ക്രീനിങ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഏർലി ഡിറ്റക്ഷൻ ഓഫ് പാത്തോജനിസിസ്, നേരത്തെ തന്നെ നമുക്ക് അസുഖം ഉണ്ടോയെന്ന് അറിയാൻ പറ്റും. ക്യാൻസറിന് വേണ്ടി സ്ക്രീനിങ് ചെയ്യാറുണ്ട്. പിന്നെ ബ്ലഡ് ബാങ്കിൽ നമുക്കറിയാം HIV, ഹെപ്പറ്റൈറ്റിസിനൊക്കെ സ്ക്രീനിങ് ചെയ്യാറുണ്ട്. പിന്നെ എന്താണ് അവസാനത്തെ പോയിന്റ്, ടു കൺട്രോൾ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് എപ്പിഡമിയോളജിക്കൽ സർവേ. അതും നമുക്കിപ്പോൾ ഈ കോവിഡ് കാലത്ത് ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി, സമൂഹ വ്യാപനം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കൂട്ടി സമൂഹത്തിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് നമുക്ക് ഈ കൺട്രോൾ ഓഫ് സ്പ്രെഡ് ഓഫ് ഡിസീസസിന് സഹായിക്കാൻ പറ്റും. സോ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലബോറട്ടറി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് എന്താണ്, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, റിസൾട്ടിൻ്റെ ക്വാളിറ്റി സമയത്ത് റിസൾട്ട് കൊടുക്കുക എന്ന് തന്നെയാണ്. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും എന്ന് പറയുമ്പോൾ സ്റ്റാഫിനെ, ക്വാളിഫൈഡ് സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യുക, അവർക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുക്കുക, എക്യുപ്മെൻറ്റ്സും റിയേജൻസിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുക, പേഷ്യൻസിൻ്റെ റെക്കോർഡ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ ഈ പറഞ്ഞ പോലെ സേഫ്റ്റി, വേസ്റ്റ് മാനേജ്മെൻറ്റ് രീതികൾ കൃത്യമായിട്ട് പാലിക്കുക, കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ലാബ് എക്യുപ്മെൻറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്യണം. ഇത് മാത്രമല്ല, ഈ പറഞ്ഞ ഓവറോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ക്ലീനിങ് എല്ലാം വരും. എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വരുത്തുക, അതിനൊക്കെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാനിങ്ങോട് ചെയ്യാം. അതിനൊപ്പം തന്നെ എത്തിക്കലും ലീഗലും പ്രാക്ടീസ് ഫോളോ ചെയ്യുക. ഈ എത്തിക്കലും ലീഗൽ പ്രാക്ടീസ് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഒരു സ്ഥാപനം നടത്താൻ വേണ്ടിയിട്ട് കുറേ ലീഗലായിട്ടുള്ള ലോ, സർക്കാരിൻ്റെ കുറേ നിയമങ്ങൾ കാണും, അത് പാലിക്കണം. അതുപോലെ തന്നെ മെഡിക്കൽ എത്തിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഒരു ലാബിൽ വരുന്ന മെഡിക്കൽ എത്തിക്സ്, റിസർച്ച് ലാബിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പേഷ്യൻ്റെ ഡാറ്റ ചോർന്നു പോകാതിരിക്കുക, പേഷ്യൻ്റെ സ്വരം അവരുടെ അനുവാദമില്ലാതെ വേറെ എന്തെങ്കിലും ടെസ്റ്റിന് കൊടുക്കുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പാടില്ല. അതാണ് മെഡിക്കൽ എത്തിക്സ് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ക്ലിനിക്കൽ ലാബ് നിങ്ങൾക്ക് അത് നന്നായിട്ട് അറിയാം. പോയ വർഷം നിങ്ങൾ OJTക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ലാബുകളിൽ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ്? ക്ലിനിക്കൽ ലാബിൽ സാധാരണ കാണുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹെമറ്റോളജി, ക്ലിനിക്കൽ പത്തോളജി, ബയോകെമിസ്ട്രി. പിന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം, അപ്പോൾ അവിടെ കുറച്ചുകൂടെ വ്യാപകമായിട്ട് സിസ്റ്റംസ് കാണും. അവിടെ നമുക്ക് മൈക്രോബയോളജി, ഹിസ്റ്റോപത്തോളജി, സൈറ്റോളജി, സെറോളജി, ചില സ്ഥലത്ത് ബ്ലഡ് ബാങ്ക്, ചില മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് പോലത്തെ വലിയ സ്ഥാപനങ്ങളിൽ സൈറ്റോജെനറ്റിക്സ് ലാബുകളുണ്ട്. അപ്പോൾ ഇത്തരം ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ക്ലിനിക്കൽ ലാബിൻ്റെ കീഴിൽ വരും. Now we are going to discuss the most important part of the topic, hazards in laboratory. Hazards, accidents in laboratory. What do you think is the main or important reason for accidents in laboratory? Yes, it is basically lack of knowledge or training. നമുക്കൊരു കാര്യത്തെക്കുറിച്ച്, ഒരു കെമിക്കൽ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്, അതിലെന്ത് അപകടമാണ് ഉള്ളതെന്ന് അറിഞ്ഞില്ലെങ്കിൽ
നമുക്ക് തീർച്ചയായിട്ടും അപകടങ്ങൾ സംഭവിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ബട്ട് സാധാരണ നമ്മളെല്ലാം ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടൊക്കെയാണ് ലാബിൽ വരുന്നത്. അതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് ധാരണ കാണും. എന്നാൽ പോലും ലാബുകളിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ ഹസാർഡ്സിന് കാരണങ്ങൾ എന്തായിരിക്കും? ഒന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രോപ്പർ ട്രെയിനിങ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധയില്ലായ്മ കൊണ്ട്, നെഗ്ലിജൻസ് കാരണം, ഓവർ കോൺഫിഡൻസ് കാരണം. ചില സമയത്ത് ചെറിയ ലാബുകൾ ഒരുപാട് ആൾക്കാർ തിങ്ങി നിറഞ്ഞ് ജോലി ചെയ്യും. അപ്പോൾ ഈ ഓവർ ക്രൗഡിങ്, ഓവർ വർക്ക് ഇതെല്ലാം തന്നെ നമ്മൾ ക്ഷീണിക്കുന്നതുകൊണ്ടൊക്കെ കാരണം കൊണ്ട് നമുക്ക് ലാബുകളിൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാവാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹസാർഡ്സ്. ഹസാർഡ്സിൽ നമുക്ക് ഫിസിക്കൽ ഹസാർഡ്, കെമിക്കൽ ഹസാർഡ്, ബയോളജിക്കൽ ഹസാർഡ്, ഇലക്ട്രിക്കൽ ഹസാർഡ്, ഫയർ ഹസാർഡ്, റേഡിയേഷൻ ഹസാർഡ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. ഈ പേരുകൾ തന്നെ നമുക്ക് കുറച്ചൊക്കെ വാക്ക് വെച്ചിട്ട് കെമിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കെമിക്കൽ കാരണം ഉണ്ടാകുന്ന അപകടങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പാർട്ട് 2-ൽ നമുക്കിതിനെ വിശദമായിട്ട് ഓരോ ഹസാർഡിനെ കുറിച്ചും പഠിക്കാം. നമുക്കിപ്പോൾ നെക്സ്റ്റ് ഈ സയൻസ് ആൻഡ് സിമ്പിൾ യൂസ്ഡ് ഇൻ ലബോറട്ടറി ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. സയൻസ് ആൻഡ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ ലബോറട്ടറീസ്. നമ്മൾ ലാബിലൊക്കെ പോയിട്ടുണ്ട്, OJT സമയത്തും പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലതരം സിമ്പിൾസ് കണ്ടിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾ കെമിക്കൽസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ കെമിക്കൽസ് ബോട്ടിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ താഴെയും കുറച്ച് ചിഹ്നങ്ങൾ അല്ലേ, ആ ചിഹ്നങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും 3 തരം സിമ്പിൾസാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് മാൻഡേറ്ററി അല്ലെങ്കിൽ സേഫ്റ്റി സിമ്പിൾസ് എന്ന് പറയും. ഈ മാൻഡേറ്ററി സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങൾ, അതാണ് ആ മാൻഡേറ്ററി സിമ്പിൾസിൽ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് മാസ്ക് ധരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി നിങ്ങൾ നിർബന്ധമായിട്ട് മാസ്ക് ധരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് പ്രൊഹിബിറ്ററി സിമ്പിൾസ്. പ്രൊഹിബിറ്ററി സിമ്പിൾസ് പറഞ്ഞാൽ എന്താണ്? പ്രൊഹിബിറ്റൻ ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ സ്മോക്കിംഗ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആഹാരം ലാബിൽ കഴിക്കാൻ പാടില്ല. അത് പ്രൊഹിബിറ്ററി സിമ്പിൾസ് ആണ് പറയുന്നത്. വാർണിംഗ് അല്ലെങ്കിൽ ഹസാർഡ് സിമ്പിൾസ് എന്ന് പറഞ്ഞത് 3-ാം തരം സിമ്പിളാണ്. ആ ഹസാർഡ് സിമ്പിളിൻ്റെ ഉദ്ദേശം സ്വാഭാവികമായിട്ട് വാർണിംഗ് കൊടുക്കുക തന്നെയാണ്. എന്താണ്? ഇതൊരു ഹസാർഡാണ്, ഇത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന ഒരു വാർണിംഗ് കൊടുക്കുകയാണ് ആ സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് 3 തരം സിമ്പിളുണ്ട്: മാൻഡേറ്ററി സിമ്പിൾ, പ്രൊഹിബിറ്ററി സിമ്പിൾ, പിന്നെ വാർണിംഗ് സിമ്പിൾസ്. ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് മാൻഡേറ്ററി സിമ്പിൾസിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളും പ്രൊഹിബിറ്ററി സിമ്പിൾസിൻ്റെ ഉദാഹരണങ്ങളും കൊടുത്തിട്ടുണ്ട്. മാൻഡേറ്ററി സിമ്പിൾസ് കണ്ടില്ല, നീല നിറത്തിലും ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. പ്രൊഹിബിറ്ററി സിമ്പിൾസ് ആകുമ്പോൾ യൂഷ്വലി റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത്തരം സിമ്പിൾസ് ഇല്ലേ. വാർണിംഗ്, ഹസാർഡ് സിമ്പിൾസ്. ഇത്തരം സിമ്പിൾസ് നമ്മൾ കെമിക്കൽസിൻ്റെ സൈഡിൽ, ബോട്ടിൽസിൻ്റെ സൈഡിൽ കണ്ടിട്ടുണ്ടാവും. ആ കെമിക്കലിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് ആ സിമ്പിൾസ് ഉള്ളത്. എക്സ്പ്ലോസീവ്, ഓക്സിഡൈസിങ് കെമിക്കൽ, എക്സ്ട്രീംലി ഫ്ലേമബിൾ ആണ്, കൊറോസീവ്, എൻവിറോൺമെൻറ്റ് ഡേഞ്ചറസ് ആണ്, ഹാംഫുൾ ആണ്, ടോക്സിക് ആണ്, ഇറിറ്റൻ്റ് ആണ്. അങ്ങനെ പലതരം ഹസാർഡ് സിമ്പിൾസ് ഉണ്ട്. ഇനി ഓരോരോ സിമ്പിൾസ് എന്താണ് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഫ്ലേമബിൾ ആ സിമ്പിൾ കണ്ടല്ലോ നിങ്ങൾ. ഫ്ലേമബിൾ എന്ന് പറയുമ്പോൾ എനി സബ്സ്റ്റൻസ് ദറ്റ് വിൽ ബേൺ ഇഫ് എക്സ്പോസ് ടു ഓപ്പൺ ഫ്ലെയിം. അസിറ്റോൺ, ആൽക്കഹോൾസ്, സൈലിൻ, പെട്രോൾ പോലത്തെ കെമിക്കൽസ്, തീയുടെ അടുത്ത് വന്ന് കത്തിപ്പിടിക്കുന്ന കെമിക്കൽസ്, അതാണ് ഫ്ലേമബിൾ കെമിക്കൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് എക്സ്പ്ലോസീവ് കെമിക്കൽസ്. എനി സബ്സ്റ്റൻസ് that may explode if exposed to heat or flame is called explosive chemical. ഉദാഹരണം പിക്നിക് ആസിഡ് ആണ്. എന്നുവെച്ചാൽ എന്താണ്? നമ്മൾ തീക്കോ ചൂടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാവുന്ന കെമിക്കൽസ്, അതാണ് എക്സ്പ്ലോസീവ് കെമിക്കൽസ് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ടോക്സിക് അല്ലെങ്കിൽ പോയ്സൺ. എ സബ്സ്റ്റൻസ് ദറ്റ് ക്യാൻ ലീഡ് ടു ഡെത്ത് ഇഫ് ഇൻഹെയിൽഡ്, ഇൻജസ്റ്റഡ് ഓർ അബ്സോർബ്ഡ് ബൈ ദ സ്കിൻ. ഉദാഹരണം പൊട്ടാഷ്യം സയനൈഡ്, ആർസനിക് പോലെ കെമിക്കൽസ്. ഈ ടോക്സിക് കെമിക്കൽസ് നമ്മൾ ഇൻഹെയിൽ ചെയ്യാനോ ശ്വസിക്കുകയോ കഴിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ സ്കിന്നിൽ പറ്റിപ്പിടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത് നമ്മുടെ ജീവനെ തന്നെ അപകടകരമായിട്ട് മാറാം. അപ്പോൾ അത്തരം കെമിക്കൽസ് നമ്മൾ ടോക്സിക് അല്ലെങ്കിൽ പോയ്സൺ കെമിക്കൽസ് എന്ന് പറയും. രണ്ടാമത്തേത് കൊറോസീവ് കെമിക്കൽസ്. അത് നമ്മൾ ലാബിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആസിഡ്സും പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള ആൽക്കലീസ് ഒക്കെയാണ് ഇല്ലേ. ഈ സബ്സ്റ്റൻസ് നമ്മൾ ടിഷ്യൂവിനെ ബേൺ ചെയ്യും, അതാണ് കൊറോസീവ് കെമിക്കൽസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇറിറ്റൻ്റ് എന്ന് പറയുമ്പോൾ ഇറിറ്റേഷൻ തോന്നുന്ന,
അപ്പോൾ ഈ കെമിക്കൽസ് എന്താണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. എ സബ്സ്റ്റൻസ് ദാറ്റ് കോസസ് ഇൻഫ്ലമേഷൻ അപ്പോൺ കോൺടാക്ട് വിത്ത് സ്കിൻ ഓർ മ്യൂക്കസ് മെംബ്രെയിൻ. എക്സാമ്പിൾ ഫോർമാലിൻ. ഫോർമാലിൻ ഹിസ്റ്റോപത്തോളജി ലാബിൽ നിങ്ങൾ പോയിട്ടുണ്ടാവില്ല. ഈ വർഷം നിങ്ങൾ മിക്കവാറും ഹിസ്റ്റോപത്തോളജി ലാബിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഫോർമാലിൻ. ടിഷ്യൂവിനൊക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് ഫോർമാലിൻ. ഇത് ഹൈലി ഇറിറ്റൻ്റ്, നമ്മൾ കണ്ണൊക്കെ ചൊറിഞ്ഞു വരും, കണ്ണിൽ നിന്ന് വെള്ളം വരാം, ദേഹത്തൊക്കെ ചൊറിച്ചിലൊക്കെ വരാം. അതൊക്കെയാണ് ഇറിറ്റൻ്റ് കെമിക്കൽസ് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് എൻവിറോൺമെൻറ്റൽ ഹസാർഡായിട്ടുള്ള കെമിക്കൽസ്. അപ്പോൾ ഇത്തരം കെമിക്കൽസ് ഡിസ്പോസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ആ പറയുന്ന രീതിയിൽ ഡിസ്പോസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഭൂമിക്ക് അത് അല്ലെങ്കിൽ മണ്ണിന് അല്ലെങ്കിൽ വെള്ളത്തിന് അത് വളരെ അപകടമായ സാധനമായിട്ട് മാറും. ഓക്സിഡൈസിങ് കെമിക്കൽസ്. ഓക്സിഡൈസിങ് കെമിക്കൽസ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം, ഓക്സിഡേഷൻ റിയാക്ഷൻ, എക്സോതെർമിക് റിയാക്ഷൻസിലൊക്കെ പങ്കെടുക്കുന്ന കെമിക്കൽസ്. അപ്പോൾ അത്തരം കെമിക്കൽസും ഈ പറഞ്ഞ പോലെ ചില സമയത്ത് ഓക്സിജനായിട്ട് കോൺടാക്റ്റ് വരുമ്പോൾ പൊട്ടിത്തെറിക്കാനോ കത്തിപ്പിടിക്കാനോ സാധ്യത ഉണ്ട്. പിന്നെ അടുത്തത് റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ്. റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ് സാധാരണ ലാബുകളിൽ ഉപയോഗിക്കാറില്ല. പിന്നെ റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ് ഈ പറഞ്ഞ പോലെ ന്യൂക്ലിയർ മെഡിസിൻ ലാബുകളിൽ, പിന്നെ റേഡിയോ ഇമ്യൂണോ അസേ ഒക്കെ ചെയ്യുന്ന ലാബുകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത്തരം കെമിക്കൽസ് സ്വാഭാവികം നിങ്ങൾക്ക് അറിയാം, റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ ഇൻഡ്യൂസിങ് കൂടെയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ. മൂന്നാമത്തെ കെമിക്കൽ എന്ന് പറയുന്നത് കാർസിനോജനിക് കെമിക്കൽസ്. ഈ സ്ലൈഡിൽ മൂന്നാമത്തത് കാർസിനോജനിക് കെമിക്കലാണ്. ക്യാൻസർ ഇൻഡ്യൂസിങ് കെമിക്കൽസ്. ഇത്തരം കെമിക്കൽസ് ക്രമേണ ക്യാൻസർ ഇൻഡ്യൂസ് ചെയ്യാമെന്നാണ്. ലോങ് എക്സ്പോഷർ ഉണ്ടാവുകയാണെങ്കിൽ ക്യാൻസർ ഇൻഡ്യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ ബെൻസിഡിൻ, ടൊലുവിഡിൻ പോലത്തെ കെമിക്കൽസ്. പണ്ട് ബെൻസിഡിനൊക്കെ നമ്മൾ ഒക്കൾട്ട് ബ്ലഡൊക്കെ ചെയ്യാൻ വേണ്ടി ലാബിൽ ഒരുപാട് ഉപയോഗിക്കാറുണ്ട് എന്നും. ഇപ്പോൾ പിന്നെ അതൊക്കെ നമ്മൾ സാധാരണ സ്കൂൾ ലാബുകൾ അല്ലെങ്കിൽ ക്ലിനിക്കൽ ലാബിൽ പോലും ബെൻസിഡിൻ ഉപയോഗിക്കുന്നത് വളരെ കുറച്ചിട്ടുണ്ട്. Now let us discuss some general safety rules. ജനറൽ സേഫ്റ്റി റൂൾസ് എന്ന് പറയുമ്പോൾ ഈ ഗൈഡ് ലൈൻസ് നമുക്ക് ഏത് ഹസാർഡും, കെമിക്കൽ ഹസാർഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിസിക്കൽ ഹസാർഡ് ആയിക്കോട്ടെ, ഏത് ഹസാർഡും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലിക്കേണ്ട കുറച്ച് ജനറൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ധരിക്കുക എന്നതാണ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ മാസ്ക്, ഗ്ലൗസ്, ലാബ് കോട്ട്, ഗോഗിൾസ്, ഇത്തരം ഉപകരണങ്ങൾ നമ്മൾ സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ധരിക്കുക എന്നതാണ് ഫസ്റ്റ് ജനറൽ ഗൈഡ് ലൈൻസ്. രണ്ടാമത്തത്, നമ്മൾ വർക്ക് പ്ലേസ് എപ്പോഴും ക്ലീനായിട്ട് സൂക്ഷിക്കുക. വെള്ളം സ്പില്ലേജ് ഒന്നും ഉണ്ടാവാതെ നോക്കുക. അതിനെ വൃത്തിയായിട്ട് തന്നെ മാനേജ് ചെയ്യുക. ഒരുപാട് സാധനങ്ങൾ വലിച്ചു കൂട്ടിയിടാതിരിക്കുക. അപ്പോൾ നമുക്ക് അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റും. പ്രോപ്പറായിട്ട് വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്ത് അതിന് ഡിസ്പോസ് ചെയ്യുക. ലാബിലുള്ള സേഫ്റ്റി പ്രൊസീജിയേഴ്സ്, ഒരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ സേഫ്റ്റി പ്രൊസീജിയർ ഉണ്ടാവും. ആ സേഫ്റ്റി പ്രൊസീജിയർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ടെക്നീഷ്യൻസിന് ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് കൊടുക്കുക. അവർക്ക് ലാബ് സേഫ്റ്റി സിമ്പിൾസും സയൻസിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താം. In case of spillage, disinfect the area with hypochlorite solution and then clean the spillage. എന്നുവെച്ചാൽ എന്താ, ഒരു സ്പില്ലേജ് എന്ന് പറയുമ്പോൾ ടെസ്റ്റ് ട്യൂബ് താഴെ വീണു പൊട്ടിപ്പോയി, അല്ലെങ്കിൽ സെറം സാമ്പിൾ താഴെ വീണു, ബ്ലഡ് താഴെ വീണു. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും സാമ്പിൾസോ എന്തെങ്കിലും കെമിക്കൽസ് അങ്ങനെ സാധനങ്ങൾ താഴെ വീഴുകയാണെങ്കിൽ നമ്മൾ ആദ്യം അതിനെ ഡിസിൻഫെക്റ്റ് ചെയ്യണം. ആദ്യം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷനോ അല്ലെങ്കിൽ ഫിനോയിലോ അത് ഒഴിച്ച് ഒരു 10-20 മിനിറ്റ് വെച്ച ശേഷം പിന്നെ വേണം അതിനെ ക്ലീൻ ചെയ്ത് മാറ്റാൻ. പിന്നെ 7th പോയിന്റ് ഏതാണ്? ഡു നോട്ട് ഈറ്റ്, ഡ്രിങ്ക് ഓർ സ്മോക്ക് ഇൻ ദ ലാബ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. നമ്മൾ ലാബിൽ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് സ്മോക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇത് മിക്കവാറും നമ്മൾ ലാബിൽ കണ്ടിട്ടുണ്ടാകും. എല്ലാവരും ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ലാബിൽ പണി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴായിരിക്കും ആരെങ്കിലും ബർത്ത്ഡേ ആണെന്നോ അല്ലെങ്കിൽ കല്യാണം എന്നൊക്കെ പറഞ്ഞ് ലഡുവോ എന്തെങ്കിലും കൊണ്ട് തരുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ അപ്പോൾ തന്നെ എന്താണ് ഗ്ലൗസൊക്കെ മാറ്റി വെച്ചാൽ ലഡു വാങ്ങിച്ച് കഴിക്കും. നമ്മൾ ലാബിനകത്ത് ആവുന്നതും ഫുഡ് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യണം. എപ്പോഴും നമ്മുടെ കൈ വൃത്തിയായിട്ട് സോപ്പ് കൊണ്ട് വെള്ളം കൊണ്ട് വാഷ് ചെയ്യണം. ഇത് സാമ്പിൾസ് ഹാൻഡിൽ ചെയ്ത ശേഷം ഓരോരോ വർക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കൈ വൃത്തിയായിട്ട് കഴുകണം. ഇപ്പോൾ കൈ കഴുകുന്നതിനെക്കുറിച്ച് നല്ല അവയർനെസ് കൊറോണ സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. പരസ്യങ്ങളൊക്കെ ഇഷ്ടംമാതിരി കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ 9th പോയിന്റ്, നമ്മൾ മുടി കെട്ടിവെക്കുക എന്നതാണ്. പ്രത്യേകിച്ച് ലോങ് ഹെയർ ഉള്ള ആൾക്കാർ മുടി കെട്ടിവെച്ച് തന്നെ ലാബിൽ വർക്ക് ചെയ്യണം. ടു നോട്ട് മൗത്ത് പിപ്പറ്റ് എന്ന് പറഞ്ഞാൽ മൗത്ത് ഉപയോഗിച്ചുകൊണ്ട് പിപ്പറ്റ് ചെയ്യുന്ന സാമ്പിൾ പിപ്പറ്റ്, ആസിഡ് പിപ്പറ്റ് അത് ചെയ്യൽ ഒരിക്കലും മൗത്ത് കൊണ്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ടീറ്റ് ഉപയോഗിച്ചിട്ട്
വേണം നമ്മൾ പിപ്പറ്റ് ചെയ്യാൻ. പിന്നെ എന്താണ് ലൊക്കേഷൻ, നോ ദ ലൊക്കേഷൻ ഓഫ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ, ഫയർ ബ്ലാങ്കറ്റ്, ഐ വാഷ്, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ഇത്തരം സാധനങ്ങൾ ഫയർ എക്സ്റ്റിങ്ക്വിഷർ, ഫസ്റ്റ് എയ്ഡ് കിറ്റൊക്കെ എവിടെയാണ് ലാബിലുള്ളതെന്ന് അറിയണം. പിന്നെ അത് ഉപയോഗിക്കാനും പഠിച്ചിരിക്കണം. നമ്മൾ വർക്ക് ഏരിയ എപ്പോഴും ക്ലീനായിട്ട് അൺക്ലട്ടേർഡായിട്ട് വെക്കണം. അൺക്ലട്ടേർഡ് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിച്ചു വാരിയിടാതെ വൃത്തിയായിട്ട് ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്ത് നമ്മൾ വർക്കിനെ അത് ബാധിക്കാത്ത രീതിയിൽ വേണം അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ. പിന്നെ എപ്പോഴും നമ്മൾ ലാബിലെ വർക്കെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ വർക്ക് ഏരിയ ഡിസിൻഫെക്റ്റൻ്റ് വെച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാ സാധനവും അതായ സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവച്ച് വൃത്തിയായിട്ട് വേണം നമ്മൾ ലാബ് കൈകാര്യം ചെയ്യാൻ. With that, we are coming to the end of the part 1. ലാബ് സേഫ്റ്റി എന്ന ടോപ്പിക്കിൻ്റെ ഒരു ഭാഗം ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ലബോറട്ടറിയുടെ റോള്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ലബോറട്ടറി മാനേജ്മെൻറ്റ്, പിന്നെ ക്ലിനിക്കൽ അസാർഡ്സ് ഏതൊക്കെയാണ്, അസാർഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കി. പിന്നെ നമ്മൾ കുറച്ച് സൈൻസ് ആൻഡ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ ലബോറട്ടറി ഏതൊക്കെയാണെന്ന് നോക്കി. ഫൈനലി ജനറൽ ആയിട്ടുള്ള സേഫ്റ്റി ഗൈഡ് ലൈൻസ്, ഒരു ലാബിൽ പാലിക്കുന്ന ജനറൽ സേഫ്റ്റി ഗൈഡ് ലൈൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതോടെ പാർട്ട് 1 കഴിഞ്ഞു. ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് അസാർഡ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറയുന്ന ഡിസ്കസ് ചെയ്യുന്ന പാർട്ട് 2 വരും. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് ഈ അസൈൻമെൻറ്റ്സ് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾ റെഫറൻസ് ബുക്കിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ വാച്ച് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് കഴിയുമ്പോഴത്തേക്കും കാര്യമായി 3-4 അസൈൻമെൻറ്റ്സ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ടോപ്പിക് വളരെ തറവായിട്ട് മനസ്സിലാവും. Have a very nice day. Thank you for listening.